മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മുത്തുനബിയോട് എത്രമാത്രം സ്നേഹമുണ്ടായിരുന്നു, എത്രമാത്രം മഹബത്തുണ്ടായിരുന്നു. അവരെ മാത്രം പഠിച്ചാൽ തന്നെ നമ്മുടെ ഈമാൻ വർദ്ധിക്കും. അള്ളാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. ഇനി നോക്കൂ, നിങ്ങൾ മഹാനവറുകളെ പറയുമ്പോ പ്രവർത്തകരാകുന്ന നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. മഹാനവറുകൾ ഇസ്ലാമിലേക്ക് വന്ന് 10 ദിവസമായിട്ടില്ല, വളരെ കുറഞ്ഞ ദിവസമായിട്ടുള്ളൂ. അപ്പോഴേക്ക് മഹാനവറുകൾ ഇസ്ലാമിലേക്ക് 6 ആളുകളെയാണ് മെമ്പർഷിപ്പ് കൊടുത്ത് ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത്. 6 ആളുകൾ എന്ന് പറഞ്ഞാൽ വയന്നവർ ആളുകളല്ല. بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عشير الكرم مولاي ഉസ്മാൻ, ത്വൽഹ, സുബൈർ, സഅദ്, അബ്ദുറഹ്മാൻ, അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ് റളിയല്ലാഹു അൻഹും ഈ അശ്റത്തുൽ മുബശ്ശർ, സ്വർഗം കൊണ്ട് സന്തോഷം അറിയിക്കപ്പെട്ട 10 ആളുകളിൽ 6 ആളുകളെയും ചിലറക്കാരല്ലോ 10 ദിവസം കൊണ്ട് മെമ്പർഷിപ്പ് കൊടുത്ത് ചേർത്തിയതാണ്. പിന്നെ ഒരാൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അയാളായല്ലോ, ബാക്കി 3 ആളല്ലേ ഇതിലില്ലാത്തുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ ഒരു പ്രവർത്തകനെ നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ ഈ ഒരു ഉറച്ച വിശ്വാസ, ഈ ആദർശ പ്രസ്ഥാനത്തിൽ നമ്മൾ എത്ര ആളുകളെ കൊണ്ടുവന്നു? നമ്മൾ ആകെ ചെയ്ത പണി കുറച്ച് ഫിത്തന ഉണ്ടാക്കിയിട്ടുള്ള പ്രവർത്തകരും പോയി എന്നല്ലാതെ നമ്മളെ കൊണ്ട് ആരെങ്കിലും ഇങ്ങോട്ട് വന്ന ചരിത്രമുണ്ടോ? ഉണ്ടെങ്കിൽ ഫലില്ലാഹിൽ ഹംദ്. എന്നാ ഇനി ആരും വരണ്ട, ഒരാളും എന്റെ വാക്കുകൊണ്ട് പ്രസ്ഥാനത്തിൽ നിന്ന് പോകാൻ പാടില്ല. അങ്ങനെ ഒരു ഗുണമെങ്കിലും പ്രസ്ഥാനത്തിനോട് ചെയ്തൂടെ? സുന്നത്ത് ജമാഅത്തിനോട് ചെയ്തൂടെ? എന്റെ വാക്കുകൊണ്ട് ആ പ്രവർത്തകൻ നമ്മുടെ പ്രസ്ഥാനത്തിൽ നിന്ന്, ഈ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശത്തിൽ നിന്ന് ആ കുട്ടി പോകാൻ കാരണം, അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരൻ പോകാൻ കാരണം, അല്ലെങ്കിൽ ആ പ്രവർത്തകൻ നഷ്ടപ്പെടാൻ കാരണം ഇന്ന ആളുടെ സമീപനം കൊണ്ടാണ് എന്ന് നമ്മളെ പറ്റി ആർക്കെങ്കിലും, നമ്മളെ ഏതെങ്കിലും ആളെ പറ്റി പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്ര വലിയ നഷ്ടം വേറെ ഇല്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പരിഗണന അവർക്കുണ്ടാവില്ല. മഹാനവറുകൾ ചെയ്തത് ഇസ്ലാമിലേക്ക് വന്ന് 10 ദിവസം തികയുമ്പോഴേക്ക് ഈ പ്രഗത്ഭരായ 6 ആളുകളെയാണ് ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ ഇസ്ലാം പ്രചരിക്കാൻ തുടങ്ങിയപ്പോ ശത്രുക്കളുടെ ആക്രമണവും കൂടി മുസ്ലിമായവരെ കിട്ടുന്ന മുറക്കെല്ലാം ശത്രുക്കൾ കൈകാര്യം ചെയ്തു തുടങ്ങിയപ്പോ, അടിമകൾ മുസ്ലിമായാൽ ഏറ്റവും ക്രൂരമായ നിലക്ക് അവരാക്രമിക്കാൻ തുടങ്ങിയപ്പോ അവർക്കെല്ലാം താങ്ങും തണലുമായി നിന്ന നേതാവ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. ബിലാൽ തങ്ങളെ ഉമയ്യത്ത് ഇബ്നു ഖലഫ് എന്ന ക്രൂരനായ ഉടമ അവരെ കഷ്ടപ്പെടുത്തുന്ന രംഗം കണ്ടപ്പോ അബൂബക്കറെ കഴിയുമെങ്കിൽ മോചിപ്പിക്കുമോ? ഉടനെ ചെന്ന് ഉമയ്യത്ത് പറഞ്ഞ സ്വർണം കൊടുത്ത് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിച്ച മഹാനാണ് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ഒരുപാട് അടിമകളെ മോചിപ്പിച്ചിട്ടുണ്ട്. ആ സമയത്ത് ചില കാഫിറുകൾ, ചില മുശ്രിക്കുകൾ അതാ ചില അപരാധങ്ങൾ പ്രയോഗിച്ചു, ചില ആരോപണങ്ങൾ ഉന്നയിച്ചു. അത് ബിലാൽ തങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല, അതല്ലെങ്കിൽ മനസ്സറിഞ്ഞ് സ്വതക്ക കൊടുത്തതല്ല. അത് പണ്ട് ബിലാലുമായിട്ടൊരു ഇടപാടുണ്ടായിരുന്നു, അല്പം സിദ്ദീഖ് കൊടുക്കാനുണ്ടായിരുന്നു. അത്
അത് ഇപ്പോൾ ഇടപാട് തീർത്തതാണ് എന്ന ആരോപണം മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഇഖ്ലാസോടുകൂടെയുള്ള പ്രവർത്തനത്തിനെതിരെ വന്നപ്പോ അല്ലാഹു തആല മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മദ്ഹ് ചെയ്തുകൊണ്ട് ഇറക്കിയ ആയത്താണ് ഞാൻ തുടക്കത്തിൽ ഓതിയ ആയത്ത്. വസയുജന്നബുഹൽ അത്ഖല്ലദി യുഅതി മാലഹു യതസക്കാ വമാ ലിഅഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സാ ഇല്ലാ ഇബ്തിഗാ വജ്ഹി റബ്ബിഹിൽ അഅ്ലാ വലസൗഫ യർളാ. പരിശുദ്ധ ഖുർആനിൽ ഖാല അല്ലാഹു അസ്സ വജൽ. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അംഗീകരിച്ചുകൊണ്ട് അവിടുത്തെ ഇഖ്ലാസിന് സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ട് അല്ലാഹു തആല ആയത്തിറക്കുകയാണ്. അത്ര വലിയ മഹാൻ, ആയത്തിറങ്ങാൻ മാത്രം വലിയ മഹാൻ. ആയത്തിന്റെ ആശയം എന്താണ്? വമാലി അഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സാ. അങ്ങനെ പണ്ടുള്ള ഇടപാടിന്റെ പേരിൽ തീർത്തതൊന്നല്ല. ഇല്ലാ ഇബ്തിഗാ വജ്ഹി റബ്ബിഹിൽ അഅ്ലാ. അല്ലാഹുവിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ച് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സംഭാവന കൊടുത്തതാണ് എന്ന് വ്യക്തമായി പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല രേഖപ്പെടുത്തുകയാണ്. ആ സൂറത്ത് കഴിയലോടുകൂടെ വല്ലുഹാ വല്ലൈലി ഇദാ സജാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ച് സത്യം ചെയ്യുന്ന സൂറത്താണ് വല്ലൈലി ഇദാ സജാ. അവിടത്തെ ശഅർ മുബാറക്കിനെ വിളിച്ച് സത്യം ചെയ്യുന്ന സൂറത്താണ്. ഇമാം റാസി റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീറിൽ നമുക്കത് കാണാൻ കഴിയും. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ആയത്തിറങ്ങുന്നു. അത് കഴിയലോടുകൂടെ മുത്തുനബിയെ പറ്റി വീണ്ടും പറയാൻ ആ ബന്ധമാണ് ആ രണ്ട് സൂറത്തുകളും കാണിക്കുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി മാത്രം മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജീവിച്ചു.